ആദ്യത്തെ സിനിമ ദിലീപേട്ടനായിട്ട് സംഭവിക്കുക എന്നുള്ളത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. ദിലീപേട്ടനും ലാലേട്ടനൊക്കെ ആദ്യത്തെ ഒരു പുതുമുഖ സംവിധായകനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇവരെങ്ങനെയാണ് വിശ്വസിപ്പിച്ചെടുത്തത്? അല്ല, നമുക്ക് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ നമ്മളെ ബാക്കിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമുക്കിത് സംഭവിക്കാനുണ്ടായ കാരണം. അപ്പോൾ ആ പ്രൊഡക്ഷൻ നമ്മൾ ആദ്യം വിശ്വസിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കണ്ട സിനിമ പോലെ ഇതിലാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തി ചെയ്യാനുള്ള അവർ നമുക്കൊരു ഫ്രീഡം തരിക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക എന്നുള്ള വലിയ കാര്യമാണല്ലോ. അതും ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി തരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യാനും റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ എനിക്കൊന്ന് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് പുറത്തെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും അവരെ നമുക്ക് മാക്സിമം പുഷ് ചെയ്താൽ ഇനിയും അവർ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ സിനിമ ആദ്യഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ മനസ്സിൽ ലാലേട്ടനുണ്ടായിരുന്നോ ദിലീപേട്ടൻ്റെ ഒപ്പം? തീർച്ചയായിട്ടും ആ ക്യാരക്ടറിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിട്ടേ ഇല്ല മനസ്സിൽ. കാരണം അത് ലാലേട്ടനാണെങ്കിൽ മാത്രം പോസിബിൾ ആവുന്ന പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഗില്ലി ബാല. അത് വേറെ എനിക്കറിയില്ല, കാരണം അതിൻ്റെ ക്യാരക്ടറൈസേഷനെ മാറിപ്പോകും. അപ്പോൾ ദിലീപേട്ടനോട് ഇത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ലാലേട്ടനാണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു മൈൻഡ് എന്തായിരുന്നു? അല്ല, അത് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കൺവിൻസ്ഡ് ആണല്ലോ. ആ ക്യാരക്ടറും ആ ഏരിയ ഒക്കെ കൺവിൻസ്ഡ് ആണല്ലോ. പിന്നെ ബാക്കി നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പിന്നെ നിർണായകമായ ഒരു സമയത്താണ് ഈ സിനിമ വരുന്നത്, രാമലീലയൊക്കെ പോലെ. അപ്പോൾ ഈ സമയം കറക്റ്റ് ഒരു സിനിമ ഇതെല്ലാം എങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇത് എനിക്കൊന്ന് ഒരു 4 വർഷം മുന്നേ നമ്മൾ തുടങ്ങിയ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ലെവലാണെങ്കിലും പരിപാടിയാണെങ്കിലൊക്കെ അന്ന് തുടങ്ങിയത്. അപ്പോൾ അന്ന് എഴുതി വെച്ച് ഡയലോഗ്സും പരിപാടിയൊക്കെ തന്നെ ഇതിലുള്ളൂ. നമ്മളൊന്നും വേറെ പുതിയതായിട്ട് ആഡ് ചെയ്തതോ കുറച്ചതോ ഒന്നുമില്ല. നമ്മൾ അന്ന് എന്താണോ പ്ലാൻ ചെയ്തത് അന്ന് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചപ്പെടായിരുന്നു. അത് അന്ന് ആ രീതി സംഭവിക്കാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് അത് മാറി. അതല്ലാതെ ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ടൈമിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങളോ അങ്ങനെയൊന്നും വരുത്തിയിട്ടില്ല? അല്ല, ഈ പറയുന്ന പോലെ നമ്മൾ കഥക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മളിതിൽ അന്ന് മുതലേ ഉള്ളൂ. കാരണം ഒരു ഡയലോഗ് പോലും നമ്മൾ പുതിയതായിട്ടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസോ ഒന്നുമില്ല. സിനിമ കണ്ടവർക്കറിയാം ഇതിൻ്റെ പോകുന്ന പോക്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വെച്ചുള്ളൂ. കാരണം ഇയാളുടെ മൈൻഡിലൂടെയാണ് നമ്മൾ ഫുൾ പടം പോയിരിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കട്ടെ, ദിലീപേട്ടൻ എത്രത്തോളം ക്ലോസ് ടു ഹാർട്ടാണ്? ഒരു ഫാൻ ബോയ് ആണോ ദിലീപേട്ടൻ്റെ? ഇവരുടെയൊക്കെ ഫാൻ ബോയ് ആയിട്ടല്ലേ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ചോദ്യമൊന്നുമില്ലല്ലോ. ഫാൻ ബോയ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ആൾക്കാർ പറയട്ടെ, കണ്ടിട്ട് അവർ പറയട്ടെ, അതല്ലേ. അപ്പോൾ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള മേക്കിങ്ങിലും ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസിലും ഒരു സംതൃപ്തനാണോ? റെസ്പോൺസ് വരട്ടെ, ഇനിയും കേൾക്കട്ടെ. ഓക്കെ താങ്ക് യു സോ മച്ച്.